ഇത് കണ്ടോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴമയുടെ ഒരു രുചി തന്നെയാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മ പണ്ടുണ്ടാക്കി തന്നിട്ടുള്ളതാണ്. കണ്ടോ, ഇത് വാട്ടുകപ്പയാണേ, കപ്പ ഉണങ്ങിയത്. അത് ഞാൻ നന്നായിട്ട് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ടേ. രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ആകുമ്പോൾ കഴുകി എടുത്താൽ മതിയേ. ഇനി വെള്ളം വെച്ച് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ടേ. പച്ചക്കപ്പ വേവിക്കുന്നത് പോലെ മഞ്ഞ കളറിൽ വാട്ടുകപ്പ നമ്മൾ വേവിച്ചെടുക്കുമേ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് അത്രയ്ക്ക് ഇഷ്ടമില്ലേ. ഇനി നമ്മുടെ റെസിപ്പി എന്താണെന്ന് പറയാമേ. അതിനായിട്ട് വറ്റൽമുളകും ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ടേ. അമ്മയാണെങ്കിലുണ്ടല്ലോ ഈ വറ്റൽമുളക് ചുട്ടിട്ടാണ് എടുക്കുന്നത്, അടുപ്പിലിട്ടിട്ടേ. ഞാനിപ്പോൾ ഇത് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടേ. അതിനുശേഷം ഈ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമേ. നമ്മുടെ കപ്പ ഇവിടെ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഈ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം ഒരു പിടി തേങ്ങാപ്പീരയാണ് ഇട്ട് കൊടുത്തത്. പിന്നീട് ഞാൻ ആ മുളക് വറുത്ത വെളിച്ചെണ്ണയോട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേ. ഉപ്പുമിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണേ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ രുചികളൊക്കെ ഞാൻ മറന്നു പോയതാണേ. ഇന്നലെ ഈ വാട്ടുകപ്പ കണ്ടപ്പോൾ ഓക്കെ എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നേ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ, എൻ്റെ മക്കൾക്കും ഇഷ്ടപ്പെട്ടു. ഞാനിത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് എത്ര പേർക്ക് ഈ റെസിപ്പി അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റിയാണേ. പുഴുങ്ങാൻ പച്ചക്കപ്പ ഇല്ലാത്തപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായിരുന്നു ഇത്. അപ്പോഴേ ഇത്തിരി കപ്പ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.